ഡിഫിക്കൽട്ട് കൺസെപ്റ്റ് മെയ്ഡ് ഈസി. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ എക്സ്ക്രീഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് വേസ്റ്റിലെ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്യാൻ നോക്കിയേ. കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് ഈസി സോൾവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കുഞ്ഞു ട്രിക്ക് പറഞ്ഞു തരട്ടെ. സോ ലെറ്റ്സ് സീ. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ടേക്ക് 2 കണ്ടീഷൻസ്. ആദ്യത്തെ കണ്ടീഷൻ, ഒരാള് കുറച്ചൊന്നും വെള്ളം കുടിക്കാതെ ഒത്തിരി വിയർത്ത് ഒരു ചൂടുള്ള ദിവസം നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരാളുടെ ബോഡിയിലുള്ള ബ്ലഡ് വോളിയം എങ്ങനെയായിരിക്കും? യെസ്, വെള്ളം കുറച്ചേ കുടിക്കുന്നുള്ളൂ, സോ ബ്ലഡ് വോളിയം കുറയും. ബ്ലഡ് വോളിയം കുറയാന്ന് പറഞ്ഞാൽ ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കുറയും അല്ലേ, ഓൺ ടു ദ വാൾസ്. സോ ബ്ലഡ് പ്രഷർ കുറഞ്ഞു. ബ്ലഡ് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഗ്ലോമറുലസിലേക്കാണ് ഈ ബ്ലഡ് പോകുന്നത്. ആ ഗ്ലോമറുലസിലേക്ക് പോകുന്ന ബ്ലഡ് ഫ്ലോയും കുറഞ്ഞു. സോ ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ കുറഞ്ഞു. ബ്ലഡ് ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ആസ് യു ഹാവ് ഗസ്റ്റ്, നമ്മുടെ ഗ്ലോമറുലാർ ഫിൽറ്ററേഷൻ റേറ്റും കുറഞ്ഞു. ബട്ട് അറ്റ് ദിസ് ടൈം നമുക്ക് ഉണ്ടാവുന്ന ബ്ലഡ് എന്ന് പറയുന്ന സൊല്യൂഷൻ എടുത്താൽ അതിൽ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ കമ്പാരിറ്റീവ്ലി വെള്ളത്തിനേക്കാൾ കൂടുതലാണല്ലേ. കാരണം വെള്ളമാണ് കുറഞ്ഞത്, വെള്ളമാണ് വിയർത്തൊക്കെ പോയത്. സോ സോൾട്ട് ഈസ് വെരി ഹൈ. നമുക്ക് പറയാം ഈ ബ്ലഡ് ഭയങ്കര സോൾട്ടി ആണ്. സോ ഓസ്മോളാരിറ്റി ഹൈ ആണ്. And in this condition, when you are having water loss and all this happens in your body, ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന 2 മെക്കാനിസം ആണ് റാസ് മെക്കാനിസം ആൻഡ് സെക്കൻഡ് ഇസ് ഓസ്മോ റിസപ്റ്റർ മെക്കാനിസം. ഓസ്മോ റിസപ്റ്റർ മെക്കാനിസം വഴിയാണ് ADHനെ റിലീസ് ചെയ്യുക. ആൻഡ് അറ്റ് ദ എൻഡ് വാട്ട് ഈസ് യുവർ എൻഡ് റിസൾട്ട് നീഡഡ്? യെസ്, നമുക്ക് കുറച്ച് വെള്ളം കുടിക്കുന്ന ദിവസം കുറച്ച് യൂറിൻ പോയാൽ മതി. സോ ദ എൻഡ് റിസൾട്ട് ഈസ് ലെസ് യൂറിൻ, you have more blood volume, more BP, your GFR increases and osmolarity decreases. And now let's take the opposite of it. Just the opposite of it. ഇതൊന്നും നമുക്ക് മാറ്റാനില്ല. So let's take the condition when you are drinking too much of water in a rainy day. നമ്മൾ ഒരുപാട് വെള്ളം ഒരു റെയിനി ഡേയിൽ കുടിച്ചാൽ യു ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ് മോർ യൂറിൻ ഫ്ലോ കൂടും. വൈ എന്ന് ചോദിച്ചാൽ യെസ്, ഇൻ ദിസ് കണ്ടീഷൻ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് വോളിയം കൂടുതലാണ്, ബ്ലഡ് പ്രഷർ കൂടുതലാണ്, GFR കൂടുതലാണ്, ഓസ്മോളാരിറ്റി കുറവാണ്. കാരണം വി ആർ ഹാവിങ് മോർ ഓഫ് വാട്ടർ ഇൻ അവർ ബ്ലഡ്, സോ ഓസ്മോളാരിറ്റി കുറവാണ്. ഇൻ ദിസ് കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ ആണ്, വിച്ച് ഇസ് ഗോയിങ് ടു oppose RAS mechanism and thereby urine flow കൂട്ടുന്നു. and yes of course blood volume കുറയ്ക്കാൻ ശ്രമിക്കുന്നു, BP കുറയ്ക്കുന്നു, GFR കുറയ്ക്കുന്നു and osmolarity. So now you can easily solve this question. Try doing it and give your answer in comment box. See you with such questions. Bye.